മലയാളത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തകർ ഒരുമിക്കുമ്പോൾ രണ്ട് അദൃശ്യ സാന്നിധ്യങ്ങൾ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങൾ, കാലവും ചരിത്രവും. ഇന്നിവിടെ ചരിത്രം പുതിയ ഒരു ഏട് കുറിക്കുകയാണ്. ലോകത്തെവിടെയും സമാനമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് കരുതുക വയ്യ. ഇന്ത്യയിൽ തീർച്ചയായും ഇതിന് സമാനമായ മറ്റൊരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നും നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഫെഫ്കയിലെ മുഴുവൻ അംഗങ്ങളെയും, അർഹതപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇന്നിവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. കാലവും ചരിത്രവും ഈ മഹനീയ സന്ദർഭത്തിന് സാക്ഷി നിൽക്കുന്നു എന്ന് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇന്ന് ഈ വലിയ ഹാളിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ഫെഫ്കയുടെ ആരംഭകാലം ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ആമുഖമായി സംസാരിക്കാൻ നിയോഗമുണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ആ ഹാളിൽ നമുക്ക് പരസ്പരം കേൾക്കാനാകും വിധം മുഴങ്ങിയിരുന്ന നെഞ്ചിടിപ്പിനെ കുറിച്ചാണ്. വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ അങ്കലാപ്പുണ്ടായിരുന്നു. കൃത്യമായ ദിശാബോധമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മലയാളത്തിലെ മുഴുവൻ സാങ്കേതിക പ്രവർത്തകരും ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒരുമിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് 2008 മുതൽ ആരംഭിച്ച ഒരു വലിയ പരിശ്രമമായിരുന്നു, വലിയൊരു യജ്ഞമായിരുന്നു. ആ യജ്ഞത്തിന്റെ ആദ്യ കാലഘട്ടം നമുക്ക് ഓർമ്മിക്കാം. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് പോരാടേണ്ടി വന്നു, ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷെ ആത്യന്തികമായി ഇന്ത്യയിലെ മലയാളത്തിലെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ചലച്ചിത്ര സംഘടനയായി ഫെഫ്ക പിറവി കൊള്ളുകയും ഈ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ ഈ ഹാളിൽ മുഴങ്ങി കേൾക്കുന്നത് അങ്കലാപ്പിന്റെയോ ആശങ്കയുടെയോ നെഞ്ചിടിപ്പുകളല്ല. തീർച്ചയായും ആത്മവിശ്വാസത്തിന്റെ, അവകാശബോധത്തിന്റെ പേരിൽ ഒരുമിച്ചവരുടെ ആത്മധൈര്യത്തിന്റെ, ഒരുമിപ്പിന്റെ നെഞ്ചിടിപ്പുകളാണ്. അതിന്റെ താളം ഏറ്റവും മനോഹരമായ താളമാണ് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഫെഫ്കയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തവർ, അതിന് കാരണഭൂതരായവർ, അങ്ങനെ പലരും. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ഈ ഹാളിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ യാത്രയാക്കിയ നമ്മുടെ പ്രിയ സഹോദരൻ, പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദിഖ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിന് കാരണമാവുകയും ആരംഭകാലങ്ങൾ മുതൽ തൻ്റെ അവസാന കാലം വരെ നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ ഫെഫ്കയെ, അംഗസംഘടനകളെ സധൈര്യം നയിച്ച, മുന്നിൽ നിന്ന് പോരാടിയ ഒരുപാട് പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. അവരുടെ എല്ലാം പേരുകൾ നാം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഈ പദ്ധതി മറ്റൊരു ഏജൻസിയുടെയും സഹായമില്ലാതെ, സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസികളുടെയോ ഒന്നും പിന്തുണയോ പിൻബലമോ ഇല്ലാതെ നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ, ഏറ്റവും നവീനമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിന് രൂപം കൊടുത്ത മുഴുവൻ സാരഥികളെയും, ഫെഫ്കയുടെ മുഴുവൻ സാരഥികളെയും നമ്മൾ തീർച്ചയായും അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു. എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. എങ്കിലും ഫെഫ്കയെ ഇത്രയും കാലം നയിച്ച് ഇങ്ങനെ ഒരു സാഹസത്തിന്, ഇതൊരു സാഹസം കൂടിയാണ്. ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹസത്തിന് മുൻകൈയെടുത്ത ആത്മധൈര്യത്തിന്റെ പേര് പി ഉണ്ണികൃഷ്ണൻ എന്നുകൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ഇത് ആവിഷ്കരിച്ച മുഴുവൻ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പി ഉണ്ണികൃഷ്ണൻ സംസാരിക്കും. ഇന്ന് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.
നമ്മൾ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഭദ്രദീപം കൊളുത്താൻ ഏറ്റവും അർഹരായ, ഏറ്റവും യോഗ്യരായ ചലച്ചിത്ര പ്രവർത്തകരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിറഞ്ഞ ആഹ്ലാദത്തോടുകൂടിയാണ് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഫെഫ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഗമമാണ്. ഇവിടെ നമുക്ക് വഴി കാട്ടിയവരെ കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്തും ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രസിഡന്റുമായ ശ്രീ രഞ്ജി പണിക്കർ പറയുകയാണ്. കൂടെ നിന്ന് കരുത്തു പകർന്ന, ധൈര്യം പകർന്ന, വീണു പോകുമ്പോൾ കൈ നിന്ന് സഹായിച്ച ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എല്ലാവർക്കും നന്ദി, സ്നേഹം. പ്രിയ സിദ്ദിഖിനെ കുറിച്ച് രഞ്ജി പറഞ്ഞു. എനിക്ക് ഒരാളെ കൂടി ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഈ ദിവസം ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മൾ ആ മഹാനായ മനുഷ്യസ്നേഹിക്ക്, നടന്, സംഘാടകന് വിട നൽകി. ബഹുമാന്യനായ ഇന്നസെന്റ് ഏട്ടൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒപ്പുകയും 2008 ഫെഫ്ക എന്ന സംഘടന രൂപവൽക്കരിക്കപ്പെട്ടതിന്റെ പ്രാഥമികമായ യോഗം നടന്നത് എറണാകുളം PTH സരോവരം ഹോട്ടൽ. അന്ന് ഈ മുമ്പിലിരിക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു. 16 അംഗ സംഘടനകളായിരുന്നു അന്ന് ഫെഫ്ക. 900 ആളുകളായിരുന്നു ആദ്യ ഫെഫ്ക രൂപവൽക്കരിച്ചപ്പോൾ. ആകെ 16 സംഘടനകളിലായി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 7 പേരെങ്കിലും വേണം. ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ രൂപീകരിക്കാൻ 6 ആളുകളെ എനിക്ക് കിട്ടിയുള്ളൂ. 7ാമനെ കാത്ത് മണിക്കൂറുകൾ ഞാൻ എറണാകുളം YMCയുടെ വരാന്തയിൽ നിന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6:30 മണിയോട് അടുപ്പിച്ച് ഒരു ലോറി വന്ന് YMCയുടെ മുമ്പിൽ നിൽക്കുകയും അതിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ആ 7ാമൻ ഞാനാണ് എന്ന് പറയുകയുണ്ടായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോളമൻ ലോറിയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എന്നെ ഇത്രയധികം ആഹ്ലാദിപ്പിച്ച ഒരു നിമിഷം പിന്നെ ഉണ്ടായിട്ടില്ല. ആ യൂണിയൻ, അങ്ങനെ തുടങ്ങിയ യൂണിയൻ ഇന്ന് 550 പേരുള്ള ഫെഫ്കയുടെ ഏറ്റവും ശക്തമായ യൂണിയനായി തീർന്നു. സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചാൽ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുന്ന യൂണിയനായി ആ ഡ്രൈവേഴ്സ് യൂണിയൻ മാറിയിരിക്കും. 16 അംഗ സംഘടനകളിൽ തുടങ്ങിയ ഫെഫ്ക ഇന്ന്
21 സംഘടനകളുള്ള മഹാപ്രസ്ഥാനമാണ്. 900 പേരിൽ തുടങ്ങിയ ഫെഫ്ക ഇന്ന് 7500 പേരിലെത്തി നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ്. ഇന്ന് ഈ ദിവസം മലയാള സിനിമ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഫെഫ്കയുടെ ഈ വളർച്ച ഞങ്ങളുടെ മാത്രം മിടുക്കുകൊള്ളുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും വിയർപ്പും കണ്ണീരും സ്വപ്നവുമാണ് ഫെഫ്ക. അതിന് ഞങ്ങളെ കൂടെ നിന്ന് സഹായിച്ച ആളുകളാണ് ഈ മുൻനിരയിൽ ഇരിക്കുന്നവർ. അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായി തൊഴിൽ കരാർ ഒപ്പിടാൻ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയ ദിവസം 2008 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ 21 പേരാണ് അന്ന് ചർച്ചയ്ക്കുണ്ടായിരുന്നത്. ഇപ്പുറത്ത് ഞാൻ മാത്രമായിരുന്നു. ബഹുമാനപ്പെട്ട സിയാദിക്ക ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ടായിരുന്നു, രാകേഷ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സുരേഷ് കുമാർ. അറിയാലോ ഇവരൊക്കെ ആരാ ആളുകൾ എന്നുള്ളത്. ഒരു തൊഴിൽ കരാർ ഇവരോട് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പരിപാടിയാണോ? പക്ഷേ ഒറ്റയ്ക്ക് ഇവരുടെ മുമ്പിൽ ചെന്നുപെട്ട എന്നോട് ഏറ്റവും സൗഹാർദ്ദപൂർവ്വം സ്നേഹപൂർവ്വം അവർ പെരുമാറുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും 60% വേതന വർധനവ് തരികയും ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു തൊഴിൽ കരാറിൽ 60% വേതന വർധനവ് നേടിയ ഒരു ട്രേഡ് യൂണിയൻ ഇല്ല. അതിന്റെ ക്രെഡിറ്റ് ഫെഫ്കയ്ക്കല്ല, എന്റെ നിർമ്മാതാക്കൾക്കാണ്, എന്റെ സുഹൃത്തുക്കൾക്കാണ്. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ മുമ്പിലിരുന്ന പലരും, സത്യേട്ടനൊക്കെ ആ സംഘടന രൂപവൽക്കരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു നിമിഷം പോലും സിനിമ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. 2008 മുതൽ 2024 വരെ ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ പോലും ഫെഫ്ക സിനിമ സ്തംഭിപ്പിച്ചിട്ടില്ല. ഒരു തൊഴിലാളി യൂണിയൻ പണിമുടക്കിയില്ല എന്നുള്ളത് വലിയ അഭിമാനത്തോട് പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്നെനിക്കറിയാം. പക്ഷേ പണിമുടക്കിന്റെ സാധ്യത ഉള്ളപ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ടത് ഏത് സമരവും തീരുന്നത് ഒരു മേശയ്ക്ക് ഇരുപുറവുമാണ് എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ പണിമുടക്കാതെ തന്നെ ആ മേശയ്ക്ക് ഇരുപുറവും നമുക്ക് ഇരുന്നുകൂടെ എന്നുള്ളതാണ് ഫെഫ്കയുടെ നയം. പക്ഷെ എന്നിട്ടും നമ്മൾ എന്തെല്ലാം നേടിയെടുത്തു. 2009-2010 കാലത്താണ് രാത്രി ബത്ത, നൈറ്റ് ബാറ്റ മലയാള സിനിമയിൽ വരുന്നത്. ഫെഫ്ക രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് സ്വന്തമായി കെട്ടിടങ്ങളുള്ള 5ഓളം യൂണിയനുകൾ ഫെഫ്കയിലുണ്ട്. മാസം 1000 രൂപ മുതൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 1000 രൂപ മുതൽ 15,000 രൂപ വരെ 60 കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന യൂണിയനുകൾ ഫെഫ്കയിലുണ്ട്. മാസം 15,000 രൂപ. അതിന് പെൻഷൻ എന്നല്ല പറയുന്നത്, അതിന് പേരിട്ടിരിക്കുന്നത് സ്നേഹം എന്നാണ്. 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ മരണാനന്തര സഹായം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ ഓരോ നാണയത്തുട്ടും ഏറ്റവും സൂക്ഷ്മതയോടെ സ്വരുക്കൂട്ടി വെച്ച ഫണ്ടിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫണ്ടിങ് ഫെഫ്കയ്ക്കില്ല. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ മാതൃകയാവാൻ നമുക്ക് പറ്റി. ഒരു മികച്ച തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റി. ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ പോലും ഒരു സാംസ്കാരികമായ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റി. എന്താണത്? ഈ ഹാളിൽ ഇരിക്കുന്ന ഈ ആളുകളെ, ഈ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ നോക്കൂ. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ലിംഗഭേദമില്ല.
ഇവിടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. നമുക്ക് ഒറ്റ മതവും ഒറ്റ വിശ്വാസവും മാത്രമേ ഉള്ളൂ, അത് സിനിമയാണ് എന്നുള്ളത്. ഒരു തരത്തിലുള്ള വേർതിരിവുകൾക്കും ഒരു തരത്തിലുള്ള വിഭാഗീയതയ്ക്കും ഇടകൊടുക്കാതെ ഒരു തൊഴിലാളി പ്രസ്ഥാനം 16 വർഷം ഈ വിഷമം പിടിച്ച കാലഘട്ടത്തിൽ നിലനിന്നു എന്നുള്ളതാണ് ഫെഫ്കയുടെ ശക്തി. കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ കാലം, സിനിമ മുഴുവനും അടച്ചിട്ട കാലം. എങ്ങനെ നമ്മൾ നമ്മുടെ തൊഴിലാളികളെ സഹായിക്കാമെന്ന് ഓർത്ത് പരിമിതമായ ഫണ്ടുകളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കിട്ടി. ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിന്റെ മറുതലയ്ക്കൽ ഓരോ മലയാളികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദമായിരുന്നു. കോവിഡ് അല്ലേ മോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാർ, അദ്ദേഹം ഫെഫ്കയുടെ കോവിഡ് ഫണ്ടിലേക്ക് ആദ്യമായി പുറത്തുനിന്നൊരാൾ തരുന്നത്, ഒരു സംഭാവന തരുന്നത്, അദ്ദേഹം സംഭാവന എന്ന് ഞാൻ വിളിക്കുന്നില്ല, അതിനെയും ഞാൻ സ്നേഹമെന്ന് വിളിക്കുന്നു സർ. അദ്ദേഹം 10 ലക്ഷം രൂപ. അദ്ദേഹത്തിന്റെ കൈ നല്ല ഐശ്വര്യമുള്ള കൈയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തുടർന്ന് ഫഹദ് ഫാസിൽ, ശ്രീമതി മഞ്ജു വാര്യർ, മമത മോഹൻദാസ്, പ്രിയപ്പെട്ട ഐശ്വര്യ ലക്ഷ്മി, ചാക്കോച്ചൻ, ടോവിനോ, അലൻസിയർ, സന്തോഷ് കീഴാറ്റം, സൈജു കുറുപ്പ്, ഇങ്ങനെയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം സഹായവുമായി നമ്മളോടൊപ്പം വന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് കാര്യങ്ങൾ സുഗമമായില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, നമുക്ക് CSR ഫണ്ട് അന്വേഷിക്കണം. ഒരുപാട് CSR ഫണ്ട് ഉണ്ട്, ഒരുപാട് കോർപ്പറേറ്റ്സ്. അങ്ങനെ ഞാൻ കല്യാൺ ജുവലേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നു. അവർ എനിക്കൊരു ഓൺലൈൻ മീറ്റിംഗ് തരപ്പെടുത്തി തരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനും താരവുമായ ശ്രീ അമിതാഭ് ബച്ചനുമായി അദ്ദേഹവും കല്യാൺ ജുവലേഴ്സും ചേർന്ന് ഫെഫ്കയ്ക്ക് ആളൊന്നിന് 5000 രൂപ വെച്ച് 3800 പേർക്ക് നമുക്ക് ആ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാൻ. അന്ന് എന്നോട് ഫെഫ്കയുടെ അംഗമായ പുതിയ തലമുറയിൽപ്പെട്ട ഒരു സംവിധായകൻ ധാർമ്മിക രോഷത്തോടെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താണ് ഈ കാണിക്കുന്നത്? ഒരു കോർപ്പറേറ്റിന്റെ നീക്കിയിരുപ്പിൽ നിന്ന് വേണോ ഒരു തൊഴിലാളി സംഘടനയ്ക്ക് പണം കൈപ്പറ്റാൻ? അദ്ദേഹത്തോട് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്ന മാവോയുടെ വാചകമാണ് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്. നമുക്ക് നമ്മളുടെ ആ വിഷമസന്ധിയിൽ കരണീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം ഈ അവസരത്തിൽ ഞാൻ ശ്രീ രവി പിള്ള, ശ്രീ യൂസഫ് അലി, ഒരുപാട് പേരുടെ പേരുകൾ പറയണം, അവരെല്ലാം നമ്മളുടെ അടുത്ത്, ശ്രീ ഗോകുലം ഗോപാലൻ, മലബാർ ഗോൾഡ്സ്, ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ CSR ഫണ്ടിൽ നിന്ന് കാര്യമായി നമ്മളെ സഹായിച്ചു. അപ്പോൾ 5000 രൂപയ്ക്ക് പുറമെ 3 തവണ അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾ തുടർച്ചയായി 3 മാസത്തോളം നമുക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. കുട്ടികളുടെ പഠന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഒപ്പം ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല, നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മളുടെ ഡ്രൈവേഴ്സ് യൂണിയൻ അവരുടെ മുഴുവൻ വാഹനങ്ങളും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാരിന് വിട്ടു നൽകി. നമ്മളുടെ കോസ്റ്റ്യൂം യൂണിയൻ ആയിരക്കണക്കിന് മാസ്കുകൾ തയ്ച്ചുണ്ടാക്കി ക്യാമ്പുകളിൽ എത്തിക്കുകയുണ്ടായി. നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും അന്ന് പകലന്തിയോളം തെരുവിൽ നിന്ന് പണിയെടുക്കുന്ന
പോലീസുകാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ഇതെല്ലാം ഞാൻ പറയുന്നത് ഫെഫ്ക എന്ന പ്രസ്ഥാനം എന്തുമാതിരിയുള്ള ഒരു സംസ്കാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 or 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ കടന്നു വന്ന നാടുവഴികൾ വളരെ സുഗമമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകണ്ട. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തന്നെയാണ് ഫെഫ്ക ഇവിടെ വരെ എത്തിയത്. ഫെഫ്കയുടെ ആരംഭകാലത്ത് ബഹുമാന്യനായ ജോഷി സാറൊക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്ര കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെല്ലാം ശേഷം പലതരത്തിലുള്ള വിമർശനം ഫെഫ്ക നേരിട്ടിട്ടുണ്ട്. നമ്മളുടെ 2009 തൊഴിലാളി സംഗമത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോ ഈ ഹാളിലെ വീഡിയോയിൽ കണ്ടാൽ നോക്കൂ, എന്ത് ഗംഭീരമായിട്ടാണ് നമ്മളുടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചത്. എല്ലാ മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഫെഫ്കയിൽ പോകുന്നുണ്ട്. ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. ക്യാരവനകത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഫെഫ്ക അടിസ്ഥാനപരമായും തൊഴിലാളി സംഘടനയാണ്. സ്ത്രീയും പുരുഷനും പ്യുവർ സെക്സ്വാലിറ്റിയും കറുപ്പും വെളുപ്പും ഏതു മതവും ഏതും ജാതിയുമായിക്കോട്ടെ, അതെല്ലാം അവസാനം തൊഴിലാളി എന്ന ഒറ്റ സംവർഗത്തിൽ ഉള്ളൊതുങ്ങി ഒരു മഹാസ്വത്വമായി പരിണമിക്കുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അഭിമാനിക്കുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. ഫെഫ്കയുടെ ഏറ്റവും വലിയ സംഭാവന 2008 ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവർക്ക് ഇന്ന് തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ചു പറയാം, അതെ ഞാനൊരു തൊഴിലാളിയാണ് എന്ന്. ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും തൊഴിലാളികൾ. തൊഴിലാളികളുടെ ആ ആത്മാഭിമാനത്തിന്റെ പേരാണ് ഫെഫ്ക എന്ന്. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ആണ് ഫെഫ്ക ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. ഇതുവരെ ചെയ്തിരുന്നത് ഓരോ യൂണിയനും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നു. 7000 ഉദാഹരണം പറഞ്ഞാൽ ഡയറക്ടേഴ്സ് യൂണിയൻ കഴിഞ്ഞ വർഷം അടച്ചത് ആളൊന്നിന് 8500 രൂപയാണ്. 28 ലക്ഷം രൂപയോളം ആ യൂണിയൻ അടക്കേണ്ടി വരും. 1.5 ലക്ഷം രൂപ മാത്രമാണ് പരമാവധി കിട്ടുക. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് ആ ബില്ല് കൊണ്ട് കൊടുത്താൽ അതിനകത്ത് പലതരത്തിലുള്ള, നിങ്ങൾക്കറിയാം, അത് മുഴുവനും കിട്ടാൻ 20% വരെ അതിനകത്ത് കിട്ടാതെ പോകുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ഞങ്ങൾ ആലോചിച്ചു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിഷമം അനുഭവിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ആശുപത്രി ചികിത്സ തേടേണ്ടി വരുമ്പോഴാണ്. അങ്ങനെയാണ് 6 മാസം മുമ്പ് ഫെഫ്കയുടെ മുഴുവൻ സെക്രട്ടറിമാരെയും വിളിച്ചിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്വാശ്രയ ബോധമുള്ള ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവര് വളരെ 6 മാസത്തോളം ഗൃഹപാഠം ചെയ്ത് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ച് ഒരു പദ്ധതി തയ്യാറാണ്. ആളൊന്നിന് 3000 രൂപ വെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെൽഫെയർ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. ഒരു വർഷം ആശുപത്രി ചികിത്സയ്ക്ക് ഒരു അംഗത്തിന് 3 ലക്ഷം രൂപ വരെ കിട്ടുന്ന പദ്ധതിയാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കിഴിവുകളും ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത് പോലെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതിന് സ്ക്രൂട്ടനി ഉണ്ടാവും, പക്ഷെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സമീപനമായിരിക്കില്ല നമ്മളുടെ. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ജാഗ്രതയോടെ ഈ പദ്ധതിയിൽ അംഗങ്ങളായി തുടരണം. കാരണം 5000 പേരാണ് ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത്. 1.5 കോടി രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ 50 ആളുകൾ
3 ലക്ഷം രൂപ വരെ വീതം ക്ലെയിം ചെയ്താൽ 1.5 കോടി രൂപ തീർന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ 1% ആളുകൾ മുഴുവൻ പൈസയും ക്ലെയിം ചെയ്താൽ നമ്മൾ ആ ഫണ്ട് തീർന്നു. ഒരു വല്ലാത്ത എക്കണോമിക്സ് ആണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു 30% ഓവർ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴേ. ആ 30% ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തും. ഒരു കാര്യം ഈ സദസ്സിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉറപ്പു നൽകുന്നു, ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്തു വില കൊടുത്തും ഏത് സാഹചര്യത്തിലും ഒരു വലിയ വിജയമാക്കി മാറ്റിയിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. മലയാള സിനിമയിലെ ഒരു സാങ്കേതിക പ്രവർത്തകനും ഒരു തൊഴിലാളിയും ചികിത്സയ്ക്ക് പൈസയില്ലാതെ ഈ ഏപ്രിൽ 1 മുതൽ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. അതിസാഹസികമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി ഈ പരിപാടിയിൽ അംഗങ്ങളായി തുടരണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഈ പരിപാടിയിൽ അംഗങ്ങളാകാത്ത ചിലരുണ്ട്, അല്ലെങ്കിൽ അംഗങ്ങളാവുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ പദ്ധതിയിൽ അംഗമാകുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഇതിൽ അംഗം ആവുമ്പോൾ നമ്മുടെ ആ ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ ഇടവരരുതേ, ആശുപത്രിയിൽ രോഗബാധിതരായി നിങ്ങൾ കിടക്കരുതേ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകന് വേണ്ടിയാണ് ആ 3000 രൂപ ചിലവഴിക്കുന്നത്. അടുത്ത് നിൽക്കുന്ന നമ്മളുടെ സഹപ്രവർത്തകന് വേണ്ടിയാണ് നമ്മൾ ആ രൂപ ചിലവഴിക്കുന്നത്. ദൈവവിശ്വാസികൾ ഇവിടെ ഉണ്ട്, നിരീശ്വരവാദികളുമുണ്ട്. ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല. പക്ഷേ ദൈവത്തെ കാണാനുള്ള ഏറ്റവും എളുപ്പമാർഗം അടുത്ത് നിൽക്കുന്നവന്റെ സങ്കടം അറിയുക എന്നുള്ളത്. അടുത്ത് നിൽക്കുന്നവന്റെ സങ്കടം അറിയാത്തവൻ ഒരു ദൈവവും അവനോട് കരുണ കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നിൽക്കുന്നവരുടെ സങ്കടം അകറ്റുന്ന ഈ മഹത്തായ പദ്ധതിയാണ് ഇന്നിവിടെ തുടങ്ങി വയ്ക്കുന്നത്. ആ പദ്ധതി ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവരും നിർവഹിക്കുക. ഒപ്പം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ ജില്ലയിലും 10 ആളുകളെ വെച്ച് ഫെഫ്ക ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ജില്ലയിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയാൽ നിങ്ങളുടെ സെക്രട്ടറി ആ പാനലിലുള്ള ആളുകളെ വിവരം അറിയിക്കും. കൊല്ലം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ ഒരാൾ അഡ്മിറ്റഡ് ആയാൽ ആ ജില്ലയിലെ പാനലിലെ ആളുകളെ വിവരം അറിയിക്കും. അവർ ആശുപത്രിയിൽ പോയി വിവരങ്ങൾ തിരക്കും. ഇതിന്റെ സങ്കല്പം എന്താണെന്നറിയാവോ? ഇതിന്റെ ആശയം എന്താണെന്നറിയാവോ? 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ, പ്രായം ചെന്ന നമ്മളുടെ ഒരു അംഗം, മക്കൾ കൂടെ ഇല്ല, ആശുപത്രി കിടക്കേണ്ടി വരുന്നു. ബൈസ്റ്റാൻഡറായി ഫെഫ്കയിൽ നിന്ന് ആളുകൾ പോകും, ആ പാനലിലുള്ളവർ പോകും. ഫെഫ്ക ഈ ദിവസം മാർച്ച് 27-ാം തീയതി ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരച്ചിടുന്നത് മാനവികതയുടെ അതിരുകളില്ലാത്ത ഭൂപടമാണ്. ആ ഭൂപടത്തിലെ തലയെടുപ്പുള്ള, ആത്മാഭിമാനമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ തൊഴിലാളികളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദ്ധതി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വലിയ വിജയമാക്കാം. നമുക്ക് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. സ്വപ്നങ്ങൾ കിടക്കയിൽ വിട്ടിട്ട് പോരുന്നവരല്ല നമ്മൾ. സ്വപ്നങ്ങളുടെ പുറകെ സ്വപ്നങ്ങളെ വേട്ടയാടി പിടിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് നമ്മളുടെ മുമ്പോട്ടുള്ള യാത്ര തുടരാം. നിങ്ങൾ ഇവിടെ കൂടി ഇരിക്കുന്ന ആയിരക്കണക്കിന് അംഗങ്ങൾ, ആ അംഗങ്ങളാണ് ഫെഫ്ക നേതൃത്വത്തിന്റെ ശക്തി, ഇന്ധനം, ഞങ്ങളുടെ ഉറപ്പ്. നന്ദി, നമസ്കാരം. ഉണ്ണികൃഷ്ണനെ പോലെ ഒരാളുടെ തീവ്രമായ ഒരു പ്രസംഗത്തിന് ശേഷം മൈക്കിലെത്തുന്ന ഒരാളുടെ ഗതികേട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഫെഫ്കയുടെ ചരിത്രത്തെക്കുറിച്ച്, ഫെഫ്കയുടെ സ്വപ്ന പദ്ധതിയായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇതിൽ കൂടുതൽ ലളിതമായിട്ട്, ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. കാരണം ഈ സ്വപ്നം ആദ്യമായി കണ്ടത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ
കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം ഫെഫ്കയുടെ 21 അംഗസംഘടനകളുടെയും ഭാരവാഹികളും സ്ഥാനമാനങ്ങളുടെ ഏറ്റക്കുറിച്ചുകൾ മാറ്റിവെച്ച് കൂടെ നിന്ന ഫെഫ്കയുടെ സാധാരണ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സ്വപ്നം സമ്പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കപ്പെടുന്ന മുഹൂർത്തമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് 15 വർഷങ്ങൾക്ക് മുൻപ് ഫെഫ്ക രൂപീകൃതമാകുന്ന സമയത്ത് ഇതുപോലെ ഒരു മഹാസമ്മേളനം ഫെഫ്ക സംഘടിപ്പിക്കുകയുണ്ടായി. ഫെഫ്കയ്ക്ക് ദേശീയ ഫെഡറേഷൻ്റെ, ഓൾ ഇന്ത്യ ഫിലിം എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ അംഗത്വം ലഭ്യമായ സന്ദർഭത്തിൽ സംഘടിപ്പിച്ചതാണ് ആ കൂട്ടായ്മ. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ആ കൂട്ടായ്മയിൽ ഐഫക്കിൻ്റെ നേതൃത്വം ഉൾപ്പെടെ മലയാള സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന പ്രമുഖരായ വലിയ ഒരു സിനിമാ പ്രവർത്തകരുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് ആ ഹോള് നിറഞ്ഞു കവിഞ്ഞ ദിനം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു മഹാസമ്മേളനം, ഒരു തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഈ 15 വർഷം കൊണ്ട് ഫെഫ്ക ആർജിച്ചെടുത്ത അംഗബലവും അംഗീകാരങ്ങളും ആധിപത്യവും ഉൾക്കൊള്ളുവാൻ ആ ടൗൺ ഹാളിൽ 4 ചുവരുകൾക്ക് കഴിയില്ല എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ 3 ഇരട്ടി ജനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഈ സമ്മേളനം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ബോധ്യമാകുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. നിറഞ്ഞു കവിയുന്ന ഈ ഒരു ജനസംഖ്യ. ഫെഫ്ക ഒരു സമ്പന്നമായ സംഘടനയാണ്. ഈ 21 സംഘടനകളും അവരുടെ തൊഴിലാളികളുടെ വേതനത്തിൻ്റെ, വിയർപ്പിൻ്റെ ഒരംശം പറ്റിക്കൊണ്ട് അവർ നൽകുന്ന തുച്ഛമായ വരിസംഖ്യ ഉൾപ്പെടെയുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തപ്പെട്ടു പോകുന്നത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കൂട്ടിയെടുത്ത ആ ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്ത വലിയ കാര്യങ്ങൾ ഇന്ന് ഈ വേദിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫെഫ്കയുടെ ഈ 15 വർഷക്കാലത്തെ ചരിത്രവും വളർച്ചയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. ഈ വലിയ പദ്ധതി ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടുമ്പോഴും ഈ 15 വർഷക്കാലം ഫെഫ്കയുടെ ഭാഗമായിരുന്ന ഒരുപാട് പേര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേരുകൾ സ്മരിക്കാതെ ഈ കൂടിച്ചേരൽ പൂർണ്ണമാകുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച ഫെഫ്ക എന്ന പ്രസ്ഥാനം രൂപീകൃതമാകാൻ നിമിത്തമായ, അതിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച, ആദ്യകാലത്ത് അതിന് മുന്നിൽ നിന്ന് നയിച്ച പ്രിയ സംവിധായകൻ സിദ്ദി. രണ്ടാമത്തത്, ഞങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് ചെന്ന് ഒരു ഉപദേശം തേടാൻ കഴിയുന്ന, നിർദ്ദേശങ്ങൾ തരുന്ന അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റ് ചേട്ടൻ. ഈ 2 പേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. അവർ 2 പേരും ഇന്ന് ഈ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അവരുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സംസാരങ്ങളിലൂടെ നമ്മൾ പൊട്ടിപ്പൊട്ടി ചിരിക്കുമായിരുന്നു. പക്ഷേ അവരുടെ അഭാവം ഒരു തീവ്രമായ വേദനയായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ആ 2 മഹത് വ്യക്തികളുടെ ഓർമ്മ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഫെഫ്കയുടെ സ്വപ്ന പദ്ധതിയുടെ പ്രഖ്യാപനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ചടങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ചടങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി
നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ശ്രീ സിദ്ദിഖിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം. ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എൻ്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന ഓരോരുത്തരും ഞാനുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ 38 വർഷക്കാലമായി ഞാൻ ഈ മലയാള സിനിമയിൽ നിലനിൽക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. സിനിമ എന്തെന്നറിയാതെ, അഭിനയം എന്തെന്നറിയാതെ സിനിമയിലേക്ക് വന്ന എന്നെ നിൽക്കാനും നടക്കാനും നോക്കാനും സംസാരിക്കാനും പഠിപ്പിച്ച സംവിധായകർ മുതൽ പ്രേക്ഷകരുടെ കയ്യടി എനിക്ക് നേടിത്തന്ന, സംഭാഷണങ്ങൾ എഴുതിത്തന്ന തിരക്കഥാകൃത്തുകൾ, എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത ക്യാമറാമാൻമാർ, മറ്റ് സഹപ്രവർത്തകർ, പല പല വേഷത്തിൽ എന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ള മേക്കപ്പ് മാൻമാർ, എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ തന്ന് എൻ്റെ കഥാപാത്രങ്ങൾക്ക് മിഴിവേകിയ വസ്ത്രാലങ്കാര വിദഗ്ധർ, അവരുടെ സഹായികൾ, എന്നെ സമയത്ത് ലൊക്കേഷനിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലും എത്തിച്ചിട്ടുള്ള ഡ്രൈവർമാർ, പ്രൊഡക്ഷൻ മാനേജർമാർ, യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, യൂണിറ്റിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി പ്രോപ്പറായ രീതിയിൽ ലൈറ്റ് ചെയ്യുക എന്നതാണെങ്കിൽ കൂടി ഞാനൊരു വെള്ളത്തിലേക്ക് ചാടേണ്ട സീനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ എന്നെക്കാൾ മുമ്പേ അവർ വെള്ളത്തിൽ ചാടി, ചേട്ടാ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് ചാടിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ 2 കൈയിലും കൊണ്ട് നടന്നിട്ടുള്ള യൂണിറ്റിലെ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ചായ തന്നിട്ടുള്ള പ്രൊഡക്ഷനിലെ എൻ്റെ സഹോദരങ്ങൾ, ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ബോയ്സിനും അറിയാം, ഞാൻ ആരോടും ഇന്നേവരെ ചായയോ വെള്ളമോ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എനിക്കത് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാലം എന്നോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരാണ് ഇന്ന് ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അത് നന്ദി എന്നൊരു വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇനിയും നിങ്ങളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് അതിനുള്ളൊരു അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു. ഇന്ന് ഫെഫ്കയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ സംവിധായകൻ എൻ്റെ അടുത്ത സുഹൃത്തുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് എനിക്ക് പദ്ധതിയെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം നടന്ന ദിവസം. അപ്പം അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഈ പരിപാടിയിലെ അടുത്ത ഇനം. അസുഖം എന്ന് പറയുന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന് നമുക്ക് കിട്ടുന്ന ശിക്ഷയോ അല്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മൾ മോഹിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് രോഗങ്ങൾ. ഒരാൾക്കൊരു അസുഖം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അയാളുടെ ജീവിത രീതിയെ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ എന്ത് ജീവിതശൈലികൾ നമ്മൾ ശീലിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് അസുഖങ്ങൾ കടന്നു വരും. അസുഖങ്ങൾ വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒരു അസുഖം വരാതിരിക്കാനുള്ള ഒരു മാർഗവും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആർക്കും അസുഖങ്ങൾ വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്നാലും അസുഖങ്ങൾ വരുന്ന ഒരുപാട് പേർ, അകാലത്തിൽ നമ്മളെ വിട്ടുപോയവർ, ഒട്ടും പ്രതീക്ഷിക്കാതെ ചില രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഇവരൊക്കെ നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ട്. ഒരു അസുഖം വന്നാൽ മുമ്പ് നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിച്ചു. ഇന്നതല്ല. ഇന്ന് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോസ്പിറ്റലുകളാണ്. ഒരു രോഗം വന്ന ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അയാളുടെ രോഗം മൂർച്ഛിച്ച് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അയാൾ മരിച്ചു പോയ അയാളുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുമ്പോൾ പോലും നമ്മൾ ആശുപത്രിയിൽ അടക്കേണ്ടി വരുന്നത് കോടികളാണ്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ പല സഹപ്രവർത്തകരുടെയും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ അവസരത്തിലാണ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രാതിനിധ്യം. സിനിമയിൽ ജോലി ചെയ്യുന്ന പലർക്കും ചിലപ്പോൾ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒരു സംഖ്യ മുടക്കാൻ സാധിച്ചൊന്നും വരില്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിനിടയിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സ്വന്തം കാര്യത്തിനായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയുള്ള പ്രീമിയം അടയ്ക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അപ്പോഴാണ് ഒരു സംഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഘടന ഓരോരുത്തരുടെയും പേര് ഇതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ 3000 രൂപ വീതം അടച്ച് അവരുടെ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാക്കി
അവർക്ക് നാളെ ഒരു അസുഖം വന്നാൽ അവരുടെ ആശുപത്രി ചെലവിനായി 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പലരും ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ രോഗം മാറുമോ, ഈ രോഗം മാറി ഞാൻ പുറത്തു വരുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വേവലാതിപ്പെടുന്നത് ഈ ആശുപത്രിയുടെ ബില്ല് എത്രയായിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് പെപ്പയുടെ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇങ്ങനൊരു പദ്ധതിയും ഇങ്ങനൊരു കരുതലും ഈ അസോസിയേഷൻ ചെയ്യുമ്പോൾ പോലും ഞാൻ ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുന്നു, ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, നമ്മളാരും രോഗികളായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയും. എങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഒരു സംഘടന ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും വലിയ ധൈര്യമാണ്, വലിയൊരു ആത്മവിശ്വാസമാണ്. പെപ്പയുടെ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ഇന്ന് ഈ പദ്ധതിയുടെ ലോഗോ എന്ന് പറയുന്നത് ഈ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ളൊരു സിമ്പലാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മലയാള സിനിമയിലെ ബഹുമാന്യരായ കുറച്ച് വ്യക്തികളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർവശ്രീ ജോഷി, സിയാദ് കോക്കർ, രാകേഷ്, എം രഞ്ജിത്ത്, ബി രാകേഷ്, കൂടാതെ ശ്രീ മോഹൻലാൽ ആൻഡ് ശ്രീമതി ഉർവശി. ബഹുമാനപ്പെട്ട ഈ ലോക പ്രകാശനത്തിനായി ഞാനിവിടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമയം പെപ്പയുടെ പ്രസിഡന്റും വർക്കിംഗ് സെക്രട്ടറിയും ട്രഷററും വേദിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇവരെല്ലാവരും ചേർന്നാണ് ഈ ലോഗോ പ്രകാശിപ്പിക്കുന്നത്. പെപ്പയുടെ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ആശംസകൾ അർപ്പിക്കാൻ ആരാധ്യനായ ശ്രീ മോഹൻലാലിനെ ക്ഷണിച്ചു. നമസ്കാരം. എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരധീരനായി. കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഏതാണ്ട് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവരുമായിട്ട് എല്ലാം അറിയുമെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. മലയാള സിനിമ കുറേ കാലം, വലിയ കാലം നിരാശയിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാര്യം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അത്തരം സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം യഥാർത്ഥ പ്രസ്ഥാനം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറില്ല. പലപ്പോഴും ഇത്തരത്തിൽ
സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് അത്തരം പ്രോബ്ലംസ് ഉണ്ടാകും. അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണൻ സിനിമ പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, എൻ്റെ കൂടപ്പിറപ്പുകൾ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയാണ് ബോധം ഉണ്ടാകുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ പറ്റി എനിക്കൊന്നും വരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നത് ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഒരു മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ എത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ശരി. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻ്റ് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാവർക്കും നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ആരംഭിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും വേണ്ടതാണ്, എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്തരം സംഘടന വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന, നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ്. നമ്മുടെ ഇടയിൽ പലർക്കും ഇല്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ആ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ കുറേ കാലമായി കേട്ടോ വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിന് പോയിട്ട്. കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ. അത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ മമ്മൂക്കയും കാണും, ഞാനും കാണും. ചെന്നൈയിൽ നിന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞുകൊണ്ട് വരും. ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് അങ്ങനെ ആക്കിയെന്ന് പോലെ തോന്നും എനിക്ക്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ഇപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് പോവാം. ബിപിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിന് ചാടി എണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഇന്ന് വെളുപ്പിന് എണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു. എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ, 90% ഉണ്ടാവത്തില്ല. വിശന്നിരിക്കും. ലാലേട്ടൻ്റെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തെ ഓർക്കുകയാണ്. ലാസ്യരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ, ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ട വിശന്നിരുന്നു. ലാലേട്ട എനിക്ക് തല ഇറങ്ങി ഞാനിപ്പോൾ വീഴും. പതുക്കെ പ്രൊഡക്ഷനിൽ ആളിനെ വിളിച്ചൊരു ക്യാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങാക്കറി എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ച് ചെയ്ത് ക്യാമറ അസിസ്റ്റൻസ് ഒരു കുട തരും. അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല. അല്ലെങ്കിൽ 2-3 എണ്ണം കാണും. ഇവിടെ ആരെങ്കിലും ഇരിക്കുക, ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്ലിൻ്റെ മണ്ടക്കൊക്കെ കയറിയിരിക്കാം. അത് കൊണ്ടുവന്ന് തരും. അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേഗം കഴിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും അത്. 40 വർഷം അവർ വിളമ്പി തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ സാരഥികൾ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ്. വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ, ദേഷ്യമുള്ളതാണ്,
പ്രൊഡ്യൂസർ എങ്ങനെ, ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷനിൽ ഇറങ്ങാം, വേഗം റെഡിയാവുന്ന ആളാണ്, ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പുതിയതായിട്ട് ചിലപ്പോൾ അറിയത്തില്ല. അന്നത്തെ ഡയറക്ടറൊക്കെ അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത്. അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റില്ലാത്ത സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മാൻ തുടങ്ങിയ ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ മേക്കപ്പ് മാന്മാർ. ആരെയും മറക്കാൻ പറ്റും. പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പ്മാരെയും മനസ്സിലോട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം ഞാൻ ഇപ്പോഴും. എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ബി ഉണ്ണികൃഷ്ണനും ഞാൻ നന്ദി പറയുകയാണ്. കാരണം വരേണ്ടത് ഇവിടെയാണ്. ഞാനെന്നും അവരുടെയൊക്കെ ഇടയ്ക്ക് തന്നെയായിരുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ എപ്പോഴും ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഉണ്ണികൃഷ്ണൻ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തന്നാൽ ആ ഒരു ചുള്ളിക്കം പകൽ ഞാൻ തന്നേന് അതല്ല കേട്ടോ, തരുമായിരുന്നെന്ന് പറയുകയാണ്. ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും. ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പോകാതായിട്ട് കുറേ കാലമായി. അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന വേതനം എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു. ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടവരാതെ ഇരിക്കട്ടെ, ആരും അസുഖബാധിതരായി കിടക്കാതിരിക്കട്ടെ. അധ്വാനിക്കുന്ന വിഭാഗമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ, അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോട്ടെ. എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. സ്നേഹം നിറഞ്ഞ ബി ഉണ്ണികൃഷ്ണൻ, CBMA, EFFKയിലെ എല്ലാ ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറീസ് ആൻഡ് റെസ്പെക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് FFK. ഇത് ഞാനിവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഒരു സാധാരണ ഞാൻ ഇവിടെ May 1 നടക്കുന്ന ഒരു സംഗമത്തിൽ പല വേദികളിലും ഇവരുടെ ട്രേഡ് യൂണിയൻസിന് വേദികളിൽ പോയി സംസാരിക്കാറുണ്ട്, ആശംസകൾ നേരാറുണ്ട്. അങ്ങനെ ഒരു സംഗമമായിരിക്കും ഇത്രയും വലിയ ഒരു ഇതായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഉണ്ണിയും സിബിയൊക്കെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവരുടെ ഓഫീസ് ഉദ്ഘാടനം വേണ്ടി നടന്ന ഈ ഫംഗ്ഷന് വേണ്ടി ഓഫീസ് ഉദ്ഘാടനത്തിൽ ഞാൻ ചെന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ സുരക്ഷാ പദ്ധതി അതാണ് അവരുടെ പ്ലാനിങ് എന്ന് മനസ്സിലാക്കി ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ആളാണ് മനസ്സാലെ. പക്ഷേ എങ്ങനെ പോസിബിൾ ആകും ഇങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ കൂടുക, അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വരിക, ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരിക, ഇങ്ങനെ ഒരു ആശയത്തിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ തുടക്കം തന്നെ FFK എന്താണ് എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതായത് FFK എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭരിക്കപ്പെട്ട സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന സംഘടനയിൽ ഇതിൻ്റെ പ്രാരംഭ ചർച്ചകളാണ്. ഞാൻ അതിലേക്കാണ്, എനിക്ക് ആ ഓർമ്മകളാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ, വിമലയിൽ അന്നുണ്ടായിരുന്ന ജോത്സാറടക്കമുള്ള ആൾക്കാർ ഒരു മനോധൈര്യം, അവരുടെ ഒരു കൂട്ടിന് വേണ്ടി, അതിന് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായിട്ടല്ല അന്നും ഇന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഞാൻ അതിനെ കാണുന്നത്. വളരെ സത്യസന്ധമായിട്ട് സിനിമ നന്നാകണം എന്നുള്ള ആശയത്തിലാണ്. ഒരു സിനിമയുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള തൊഴിലാളികളാണ് ഈ FFKയുടെ സംസ്കാരത്തിൽ കൂടെ വളർന്നു വന്നിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വാസ്തവത്തിൽ ഇവിടെ തെളിയിച്ച
പണ്ട് കാലങ്ങളിൽ തൊട്ട് പല വിഭാഗത്തിലും വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ എഴുതിയിടിക്കലും വിശിഷ്യ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സിനിമയിലെ ഹംസ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഒരു ഭംഗിവാക്കല്ല, എൻ്റെ കണ്ണുകളിൽ വളരെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ചെറിയ കണ്ണീര് വന്നു എന്ന് കഴിഞ്ഞാൽ എന്നെയൊക്കെ എത്ര സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ് അവർ. അതേമാതിരി തന്നെ പണ്ടുകാലത്ത് തന്നെ സിനിമയിൽ ഞാൻ ജെ ഔട്ട്ഡോർ യൂണിറ്റ് മദ്രാസിൽ നിന്നാണ് അന്ന് ഔട്ട്ഡോർ യൂണിറ്റുകൾ വന്നിരുന്നത്. ഷമ്മുവണ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥനായിരുന്നു സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അവരുടെയൊക്കെ കീഴിൽ വർക്ക് ചെയ്തതിന് ശേഷം കേരളത്തിലേക്ക് സിനിമ വന്നപ്പോഴത്തേക്കും ശ്രീമൂസ് ഉണ്ണിത്താൻ അദ്ദേഹത്തിനെ ഇവിടെ ഞാൻ കണ്ടു. ശ്രീമൂസിൻ്റെ യൂണിറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെ അത് കഴിഞ്ഞ് രജപുത്ര യൂണിറ്റ് വന്നു. അങ്ങനെ പക്ഷേ ആ കാലങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് എൻ്റെ കൂടെ നിന്ന യൂണിറ്റ് മെമ്പേഴ്സും ലൈറ്റ് ബോയ്സും എല്ലാം മെസ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും അത് 1 2 അല്ലെങ്കിൽ 5 6 ആൾക്കാർ അവിടെ ഉണ്ട്. അവരൊക്കെ സ്നേഹപൂർവ്വം തന്നെ അന്നും ഇന്നും ഒരു പ്രൊഡ്യൂസറുടെ കൂടെ നിന്നാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം 9 മണി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ അത് നേരത്തെ തന്നെ യൂണിറ്റിലുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് പറയും, സാറേ ഇങ്ങനെ പോയാൽ 9 മണി കഴിയുള്ളൂ. അത് കാരണം ഒന്ന് കണ്ടുകൊണ്ടും അവരുടെ വേതനമാണ് അത്. ഒരു ദുശ്ചിന്തയിലല്ല അവർ പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ കൂടെ നിന്ന് അധിക ചെലവ് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് എൻ്റെ മുമ്പിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നുവെച്ചാൽ എനിക്ക് പലപ്പോഴും സിനിമകളിൽ സഹായം ചെയ്തു തന്നിരുന്നത് ആ ട്രേഡ് യൂണിയനിൽപ്പെട്ട് എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിലും കോസ്റ്റ്യൂമർ ആണെങ്കിലും എല്ലാം തന്നെ ഇവിടെ ഇരിക്കുന്നവരാണ്. അപ്പൊ എനിക്കൊരിക്കലും ഒരു സഖാവോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സോ എന്നുള്ള കാഴ്ചപ്പാട് എനിക്കില്ല. രണ്ടാമത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഈ പറഞ്ഞ ബി ഉണ്ണികൃഷ്ണനും സിബിമലയിലും സിദ്ദിഖും ഒക്കെ സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെപ്ക എന്ന പ്രസ്ഥാനം മുതലെടുക്കുവാൻ വേണ്ടി കൂടെ നിന്ന് ഏറ്റവും ശക്തരായിട്ട് ഞങ്ങൾ നയിക്കുന്നത് ശ്രീ സുരേഷ് കുമാർ. അപ്പൊ അതിൻ്റെ എതിരായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോഴും ആലോചിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ചേംബറിൻ്റെ മോഡലിലെ ഓഫീസിൽ ഒരു സ്റ്റണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, വ്യക്തിയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വരികയും ഇവർക്കെതിരായി സംസാരിക്കാൻ ശ്രമിക്കുകയും അവിടെ അവരെ തുരത്തി ഓടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്നും നടക്കില്ല, ഇവിടെ ഞങ്ങളുണ്ടാക്കും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പെക്ക വളരണം. പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ണികൃഷ്ണനും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായിട്ട് പല തർക്കങ്ങളല്ല പല വിധത്തിലുള്ള വേതന വർധനവും കാര്യങ്ങളൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ ഇവിടെ വേദിയിൽ സംസാരിച്ച അതേ ഗാംഭീര്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുക ഞങ്ങളോട്. പക്ഷെ അതിനുശേഷം ഒരു ചിരിയിരിക്കും. പുള്ളി പറയേണ്ടത് പറയുകയും ചെയ്യും, കാര്യങ്ങൾ ഒക്കെ ഒരു എന്താ പറയുക സമവാക്യം കൂടെ തീർക്കാൻ സാധിക്കും. ഇതുവരെ പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ എഫ്കെയുടെ ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആയിട്ടുള്ള വേതന തർക്കത്തിലോ അല്ലെങ്കിൽ സമയത്തിൻ്റെ തർക്കത്തിലോ ഒന്നും തന്നെ ഒരു സമരമുഖത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഈ നേതൃത്വം എന്ത് ഉദ്ദേശിച്ചു അത് അവരുടെ മെമ്പേഴ്സ് ചെയ്യുന്നു. അനാവശ്യ സമരങ്ങളും അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാതെ സിനിമ ഒരു ദിവസം മുടക്കാൻ ഒരു പണിമുടക്കിലേക്ക് പോകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. പക്ഷെ പല കാരണങ്ങളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേതനങ്ങൾ 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ കൂടുതൽ
പിടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രൊഡ്യൂസറുടെ പരാമർശം കൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ അത് വരുമ്പോഴത്തേക്കും ആദ്യം ഉണ്ണികൃഷ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ പെട്ടവർ പറയുന്ന നേതാക്കന്മാർ പറയുന്നത്, ആദ്യം നിങ്ങൾ ആ ഷൂട്ടിംഗ് തീർന്നത്, വേതനത്തിൻ്റെ കാര്യമല്ല ഞങ്ങൾ മേടിച്ചു തരാം. ഈ ഒരു നയം തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി, ഇന്ന് ഒരു സുരക്ഷിതമല്ലാത്ത മേഖലയിൽ കൂടെ സിനിമ പോകണമെന്നിരിക്കുന്ന എല്ലാവർക്കും. പക്ഷേ അവരെ സഹായിക്കുവാനായിട്ട്, അവർക്ക് പിന്താങ്ങാനായിട്ട് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ നേതൃത്വം കാണിച്ച, തീർച്ചയായിട്ടും ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ ഒരു സമയപരിധിയും പ്രായങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കാലത്ത് കഴിഞ്ഞാലും ഇന്നിരിക്കുന്ന ഈ മെമ്പേഴ്സിനായിരിക്കും പൂർണ്ണം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ വരിക. അവരൊക്കെ ആയിരിക്കും പിന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇന്ന് കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഒരിക്കലും ഒരാൾക്ക് ഒരു ട്രേഡ് യൂണിയനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അസോസിയേഷൻസിനോ പ്രൊഡ്യൂസർ അസോസിയേഷനോ ഒന്നും തന്നെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇവരുടെ സ്നേഹം പദ്ധതി. ഇത് ഇൻഷുറൻസ് പദ്ധതി ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കണക്കുകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇൻഷുറൻസ് ഒരു ഇത്രയും മെമ്പേഴ്സിന് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് അടക്കണം, കോടിക്കണക്കിന് രൂപ അടക്കണം. പക്ഷേ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് ചില വെട്ടിക്കുറച്ചലുകളൊക്കെ ശേഷം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണെങ്കിൽ അതിൽ 250 ഒരു 50,000 രൂപ എനിക്ക് ഒരു ജീവൻ്റെ വില. അതടക്കാതെ അതിന് പേ ചെയ്യാൻ പറ്റാതെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ആർക്കും അസുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ വിധിയാണ്, അസുഖങ്ങൾ വരും. പ്രായം കൊണ്ടും അല്ലാതെ ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ കാലത്തേക്ക് മരിക്കുന്നു എന്ന് നമ്മൾ പറയും. ചെറുപ്പകാലങ്ങളിൽ തന്നെ 10-35 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടുന്നു. ഇന്ന് കാണാത്ത അസുഖങ്ങൾ വരുന്നു. അപ്പം ഒരിക്കലും ഭംഗിവാക്കായിട്ട് ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥനയാണ്. രണ്ടാമത്, അതങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഈ ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈസയിൽ കൂടുതൽ ഒരു ബൈസ്റ്റാൻഡർ, മക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത് ഒരു ബൈസ്റ്റാൻഡറായിട്ട് ഇതിലെ മെമ്പേഴ്സ് വരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിക്കും തിരിച്ചു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും അവസ്ഥ വരാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഘടന ഇങ്ങനൊരു രൂപം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാനടക്കമുള്ള സംഘടനകൾ അത് പ്രാവർത്തികമായിട്ട് എടുക്കാനുള്ള ഒരു എക്സാമ്പിളായിട്ട് കാണും. അപ്പം നമുക്കൊരു ബൈസ്റ്റാൻഡറെ കിട്ടും, നമുക്കൊരു ബൈസ്റ്റാൻഡർ ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാട് ഇപ്പം പലരും ഞങ്ങളുടെ കൂട്ടുകാരായ സംഘടനാ നേതാക്കൾ, രഞ്ജിത്താണെങ്കിലും രാകേഷാണെങ്കിലും സുരേഷ് കുമാറാണെങ്കിലും എല്ലാം തന്നെ അവർക്കൊരു വഴികാട്ടിയായിട്ട് ഇവിടെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. എന്തായാലും എല്ലാ കാര്യങ്ങളും അന്തസ്സായി നടക്കട്ടെ. എല്ലാ പ്രശസ്തിയും ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി വെച്ചത് എല്ലാ ഉയരത്തിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഇൻഷുറൻസ് പദ്ധതിയല്ല, ഇൻഷുറൻസിന്റെ സഹായമില്ലാതെ സ്വന്തമായി അവർ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും. മറ്റ് സംഘടനകളൊക്കെ ഇത് കോപ്പി ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി എല്ലാ ആശംസകളും നിർത്തുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഫെഫ്കയുടെ രൂപീകരണം തൊട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തന കാര്യങ്ങളിലും ഒരു വേണ്ട സപ്പോർട്ടുമായി നിന്നിരുന്ന ഒരാളാണ് ഞാൻ. ഫെഫ്ക 15 വർഷമായിട്ടുണ്ടെങ്കിൽ 10 വർഷത്തോളം പ്രസിഡന്റും സെക്രട്ടറിയുമായി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുമായി സഹകരിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശത്രുതാ മനോഭാവമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുപോയ ഈ വലിയ തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ സ്വന്തം വീട്ടിലെ അതിഥികളാണ്, അല്ലെങ്കിൽ അവരംഗങ്ങളാണ് എന്ന് കരുതുന്ന മനസ്സുണ്ടായാൽ
അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് തെളിയിച്ച 15 വർഷക്കാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്ന പദ്ധതി വലിയ ഒരു കാര്യമാണ്. അതിനു വേണ്ട എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ഒരു പുതിയ സംവിധായകനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മോഹൻലാൽ ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനാവുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നപ്പോൾ ശ്രീ പി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, എനിക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് ഞാനാണ്, ഒരു അപേക്ഷ എഴുതി തന്നാൽ അദ്ദേഹത്തിന് ഫെഫ്കയിലേക്ക് സംവിധായക യൂണിയനിലേക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് കാണാം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിൻ്റെ സംവിധാന പ്രതിഭ ഒരു നോക്ക്. ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ, അദ്ദേഹം രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിരുന്നു. ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ്. അദ്ദേഹത്തിന് ഒരു അസൗകര്യമുള്ളത് കൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല. ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലയിൽ, ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ, ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കുന്നു. ഒപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ GS വിജയൻ എന്നിവർ. നമസ്കാരം. ഇതൊരു ധന്യ മുഹൂർത്തമാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന, ലാൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത്, ഇന്ന് കമലദളത്തിൻ്റെ 32ാം വാർഷികമാണ്. ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സംവിധായകനായിരുന്ന ഫാസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസൗകര്യമൊന്നും അത് സാധിച്ചില്ല. ആദ്യ സിനിമയിൽ ലാലപ്പനെ അഭിനയിക്കാൻ എത്തുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആദ്യത്തെ ഒരു 2 ആഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത്, ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ. പക്ഷെ ലാൽ എന്നും ലൊക്കേഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ലാൽ ക്ലാപ്പ് മേടിക്കും, ക്ലാപ്പ് കാണിക്കും. അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ 2 ആഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട്. അസിസ്റ്റൻ്റായ ശേഷമാണ് ഇന്ന് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാന്യനായ സ്റ്റാൻലി ജോസ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, 4 ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബരിയുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ 4 വരികളിൽ ഒതുക്കാൻ കഴിയില്ലല്ലോ. മോഹൻലാൽ എന്ന നടൻ മുൻ പാഠങ്ങളില്ലാത്ത, മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ്. നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗിരിശൃംഗമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം
അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ്. ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപ്പകർച്ച നടത്തുകയാണ് സംവിധായകനായി. അങ്ങേക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനഭരിതരാക്കുകയും ചെയ്യുന്നു. അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുകട്ടെ പെരുമ. ഒരു കാര്യമുണ്ട് സാർ, ഒരു കാര്യം കൂടി. അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി, എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങ് അമ്മയുടെ പ്രസിഡന്റാണ് എന്നറിയാം, അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങയ്ക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങയ്ക്ക് പറയാൻ കഴിയണം, എനിക്കെൻ്റെ സംഘടന ഉണ്ടടാ ഫെഫ്ക. വെൽക്കം. ഞങ്ങൾക്ക് മോഹൻലാലും ഉണ്ടല്ലോ എന്ന് രഞ്ജി പണിക്കർ പറയുന്നു. ഇപ്പോൾ ഡബ്ബിംഗ് എന്ന കലയും അവൾ സ്വന്തമാക്കി കഴിഞ്ഞു. നമ്മെ അത്ഭുതപ്പെടുത്തിയ ആ പെൺകുട്ടിയാണ് ജിതുമോൾ. ഇന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ അംഗത്വം നൽകി നമ്മൾ അവളെ ഫെഫ്ക കൂട്ടായ്മയിലേക്ക് ഒപ്പം ചേർക്കുകയാണ്. ജിതുമോളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അംഗത്വ കാർഡ് സമ്മാനിക്കുന്നതിനായി തലമുറകൾക്കിപ്പുറവും ചലച്ചിത്ര പ്രേക്ഷകരുടെ പ്രിയങ്കരനായി തുടരുന്ന സത്യൻ അന്തിക്കാട് സാറിനെയും ആശംസാപത്രം നൽകുന്നതിനായി ശബ്ദകലാരംഗത്തെ എക്കാലത്തെ മികച്ച പ്രതിഭയായ ഭാഗ്യലക്ഷ്മി ചേച്ചിയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശോഭി തിലകനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ജിനിമോളുടെ സന്തോഷ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ ഭദ്രദീപം തെളിയിക്കുന്നത് മുതൽ വളരെ ഹൃദ്യമായ ഒരു ചടങ്ങിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മഹനീയമായ ഫെഫ്കയുടെ ഇത്രയും മഹനീയമായ ഈ ഒരു വേദിയെ വെച്ച് തന്നെ എനിക്ക് ഈ മെമ്പർഷിപ്പ് കാർഡ് കിട്ടിയതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് എനിക്കൊരു 6 വർഷം വേണ്ടി വന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു കാർഡ് അണിഞ്ഞ് നിൽക്കാനായിട്ടൊരു 15 വർഷം വേണ്ടി വന്നു. എൻ്റെ ഒരു കോളേജ് കാലം മുതലുള്ള ഒരു അതിയായ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി എന്നെ പരിചയപ്പെട്ട എൻ്റെ ഒരു അഭ്യുതകാംക്ഷി ഹരിലാൽ ചേട്ടനാണ് ഭാഗ്യലക്ഷ്മി മാമിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി മാമിനെ പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതും, മാം എനിക്കൊരു ലെറ്റർ തരൂ, കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു ലെറ്റർ അയക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ സമയത്താണ്
ഞാൻ മാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല. ഒപ്പം തന്നെ ദേവി ചേച്ചിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചെറിയ ചെറിയ തിരക്കുള്ളതുകൊണ്ട് പലപ്പോഴും ഫോൺ എടുക്കാനായിട്ട് പോലും സാധിച്ചിട്ടില്ല. വളരെയേറെ ക്ഷമയോടുകൂടി ഒരുപാട് താരരാജാക്കന്മാരും റാണികളും ഒക്കെ നിൽക്കുന്ന ഈ വേദി, അതുപോലെ തന്നെ ഒരുപാട് സംഘാടകരുണ്ട്. ഇത്രയും മഹനീയമായ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെയൊരു അംഗീകാരം കിട്ടിയതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരും എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ, മുന്നോട്ടുള്ള യാത്രയിൽ പരിഗണിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. നമുക്ക് ആശംസകൾ ആകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തപ്പോൾ അതിൻ്റെ താഴെയുള്ള ടാഗ് ലൈൻ ഞാൻ കണ്ടു, കരുത്തോടെ കരുതലായി എന്ന്. ആ കരുത്തും കരുതലാണ് നമ്മളിവിടെ കണ്ടത്. കുറേ പേര് കുറേ നാളിരുന്ന് കണ്ട സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇനിയും ധാരാളം സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്നും അതെല്ലാം സാക്ഷാത്കരിക്കാൻ ഉള്ള അവസരങ്ങളും ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്കൊരു നിർണായകമായ കർത്തവ്യമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാൻ സെറ്റിൽ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ചീഫ് മേക്കപ്പ് ടെക്നീഷ്യനായിട്ട് ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് വരാത്തത്, എന്തുകൊണ്ടാണ് ഹെയറിൻ്റെ കാർഡ് മാത്രം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തരം സെഫ്ക ഇന്ന് നൽകുകയാണ്. ശ്രീമതി മിറ്റ MC എന്ന ചമയ കലാകാരിക്ക് ആദ്യമായി അംഗത്വം കൊടുത്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ പുതുചരിത്രം കുറിക്കുന്നു. മിറ്റ MC വേദിയിലേക്ക് സ്വാഗതം. മിറ്റയ്ക്ക് അംഗത്വ കാർഡ് നൽകുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയ താരം ശ്രീ ഇന്ദ്രൻ സേട്ടനും സ്വാഗതം. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഇന്ദ്രൻ സേട്ടനെ ക്ഷണിക്കുന്നു. സദസ്സിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്കും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാം അഭിനന്ദനങ്ങൾ. ഒരു കാലത്ത് ഇങ്ങനെ ഒരു സഹായവും ഒരു പിന്തുണയില്ലാതെ വന്ന കുറേ ടെക്നീഷ്യന്മാരുടെ കൂട്ടത്തിലാണ് ഞാനും. അന്നൊക്കെ ഒരു സംഘടനയോ സംഘടിക്കാനുള്ള ശേഷിയോ ഇല്ലാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒത്തിരി നൊന്തിട്ടുണ്ട്. അന്നൊരു കാർഡോ യൂണിയനിലോ പെടാത്തത് കൊണ്ട് ചിലപ്പോൾ സിബി സാറിൻ്റെയൊക്കെ ആ സ്വാതന്ത്ര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി തലവേദന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിഷമിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സംഘടനയായി ഫെഫ്ക മാറിയതിലും അതിന് ഞാനും അംഗമായി നിലനിൽക്കാൻ കഴിയുന്നതിലും വളരെ അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ ആരോഗ്യ പരിരക്ഷയോടെ സംഘടന ഒരുപാട് ഉയരങ്ങളിലെത്തി. മറ്റ് ഭാഷാ സിനിമകൾക്കും പ്രവർത്തകർക്കും ഒക്കെ മാതൃകയായി നിൽക്കാൻ കഴിഞ്ഞു. വളരെ അഭിമാനത്തോടെ അഭിനന്ദനം അറിയിക്കുന്നു ഫെഫ്കയുടെ സാരഥികൾക്ക്. നന്ദി. താങ്ക് യു ഇന്ദ്രൻ ചേട്ടാ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി ഒരു ചലച്ചിത്ര സംഘടന, ട്രേഡ് യൂണിയൻ, വനിതകൾക്ക് ഡ്രൈവേഴ്സ് യൂണിയനിൽ അംഗത്വം കൊടുക്കുകയാണ്.
ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇതുവരെ ഒരു റീജിയണൽ ഫെഡറേഷനും ഡ്രൈവർമാരായി സ്ത്രീകളെ അംഗത്വം നൽകി സഹകരിപ്പിച്ചിട്ടില്ല. ഫെഫ്ക ആ കാര്യത്തിലും മറ്റുള്ള റീജിയണൽ ഫെഡറേഷൻസിന് ഒരു മാതൃക മുമ്പോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആശയത്തോടെ പൂർണ്ണമായി സഹകരിച്ച ഡ്രൈവേഴ്സ് യൂണിയൻ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പുതുതായി ഫെഫ്കയിലേക്ക് അംഗങ്ങളായി നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ വരുന്ന ഉദയ ദേവിയെയും ആർ സരിത ബിജുവിനെയും ഞാൻ സ്വാഗതം ചെയ്യും. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഒപ്പം ഇവർക്ക് കാർഡും ആശംസാ പത്രങ്ങളും നൽകുന്നതിനായി ജയസൂര്യ, രജിഷ വിജയൻ, അനശ്വര രാജൻ, ശ്രീ ഇടവേള ബാബു എന്നിവരെ ഞാൻ ക്ഷണിക്കുന്നു. ജയസൂര്യ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും മനോഹരമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ, ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഒരുപാട് ചടങ്ങുകൾക്ക് തിരികൊടുക്കാനുള്ള ഭാഗ്യവും അത് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു തിരിതെളിയിക്കൽ ചടങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം അത്രയേറെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നത്. അവരൊക്കെയാണ് റിയൽ ഹീറോസ് എന്ന് പറയുന്നത്. ആ റിയൽ ഹീറോസിനെ മുന്നിലേക്ക് എത്തിച്ച ഇവിടുത്തെ സംഘടനയ്ക്ക്, ഫെഫ്കയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദിവസമാണ്. കാരണം ഇന്ന് വേൾഡ് തിയേറ്റർ ഡേ ആണ്. അത് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് തന്നെ ഫെഫ്ക ഇങ്ങനെ ചരിത്രത്തിലൊരു മാർക്കിടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഫെഫ്ക ഒരുപാട് സംഘടനകൾക്ക് മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഫെഫ്കയ്ക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. ഫെഫ്കയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഞാനൊരു അംഗമാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ വളരെ അഭിമാനപൂർവ്വം കരുതുന്ന ഒരാളാണ്. ആരോഗ്യ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും അമ്മയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിൽ ഇതിനൊരു ആശയം ഉണ്ടാവുകയും അത് ഭംഗിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അത്ര എളുപ്പമുള്ള കാര്യം. എല്ലാ ഭാഗങ്ങളും നിന്നും ഫെഫ്കയ്ക്കൊപ്പം അമ്മയുമുണ്ട്. താങ്ക് യു വെരി മച്ച്. രജിഷ. വേദിയിലിരിക്കുന്ന ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന എല്ലാ മഹനീയ വ്യക്തികൾക്കും നമസ്കാരം.
ഉണ്ണിസാറെ വിളിച്ച ഏത് പരിപാടി എനിക്കറിയാം, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആദ്യം തന്നെ ഉണ്ണിസാറിനോട് ബിഗ് സല്യൂട്ട്സ്. കാരണം പല ഭാഷകളിലായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എവിടെയും കാണാത്ത അത്ര യുണീക്ക് ആയിട്ടുള്ള, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അത് മലയാളം ഇൻഡസ്ട്രി പൊന്നും തിളക്കം പോലെ ഓരോരോ ഇൻഡസ്ട്രിക്കും വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് വൈ വി ആർ ദി ബെസ്റ്റ് എന്നുള്ളത്. ഈ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്നും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ ഒരു ലേഡി ഡ്രൈവർ ഇല്ലാത്തതെന്നാണ്. ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നു, ലേഡി ഡ്രൈവേഴ്സ് വരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫെഫ്ക. ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി കോൾ ഇക്വാലിറ്റി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അധികമൊന്നും പറയുന്നില്ല. ഫെഫ്കയുടെ ഒരു പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. ഇവിടെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതിമഹത്തായ ഒരു കർമ്മം നടക്കാൻ പോവുകയാണ്. ഫെഫ്കയിലെ അതിശക്തമായ ഡ്രൈവേഴ്സ് യൂണിയൻ അവരുടെ അംഗമായ പ്രിയപ്പെട്ട ഗോപിനാഥന് നൽകാനായി ഒരു വീട് നിർമ്മിച്ചു. ഈ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് KP മോഹൻകുമാറാണ്. അദ്ദേഹത്തെയും ഡ്രൈവേഴ്സ് യൂണിയനെയും എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീ ഗോപിനാഥനും ശ്രീ KP മോഹൻകുമാറിനും ഡ്രൈവേഴ്സ് യൂണിയനും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. ശ്രീ ഗോപിനാഥനെയും കുടുംബത്തെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശ്രീ KP മോഹൻകുമാറിനെയും ക്ഷണിക്കുന്നു. ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സാദരം ക്ഷണിക്കുന്നു. ശ്രീ ഗോപിനാഥിന് ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുവാനായി പ്രിയപ്പെട്ട ടോബിനോ തോമസിനെ സാദരം അപേക്ഷിച്ചു. ശ്രീ ടോബിനോ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് ഒരിക്കലും ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യരുടെ സപ്പോർട്ടും സഹായവും സ്നേഹവും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഫെഫ്ക പോലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ സിനിമയിൽ വരുന്നത് എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയാണ്. അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ വന്നത്. ഇവിടെ വന്ന അന്ന് മുതൽ എൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് ഈ ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന ഈ പുതിയ വീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ആ താക്കോൽദാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി. ആ വീട്ടിൽ സുഖമായും സന്തോഷമായും ഉറങ്ങാനും ഉണരാനും സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കാനും കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തികച്ചും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതും
അതിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അത് മാതൃകാപരമാണ് എന്നുള്ള എൻ്റെ തോന്നൽ അറിയിക്കുകയും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. വളരെ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും അവിടെ സംഭവിക്കാവുന്ന എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലാണ് നമ്മളെല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാനൊക്കെ സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെ പ്രസക്തമാണ്. ഇതുപോലുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമയിലെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് ആവശ്യത്തിനും ഫെഫ്കയുടെ അതല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനുണ്ടായിരിക്കും എന്ന് ഇവിടെ വെച്ച് പറയുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഗോപിനാഥന് ആശംസാപത്രം കൊടുക്കുവാനായി നിഖില വിമലിനെ ക്ഷണിക്കുന്നു. നന്ദി ടൊവിനോ തോമസ്. അടുത്തതായി ആശംസാ പത്രം നൽകാനായിട്ട് നിഖില വിമലിനെ ആദരപൂർവ്വം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെൻ്റാണിത്. കാരണം ഇത്രയധികം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എപ്പിക് മൊമെൻറ്റ്സിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് മേക്കപ്പ് യൂണിയനിലും ഡ്രൈവേഴ്സ് യൂണിയനിലും ഒക്കെ പുതിയ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം. മധുരത്തിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ചത് ഗോപിയേട്ടനാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ നന്ദിയും ഞാൻ ഫെഫ്റ്റിക്കും ഉണ്ണികൃഷ്ണൻ സാറിനും ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേരുന്നു. അതുമാത്രമല്ല, ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മെമ്പറായിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനിയും മെമ്പറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നന്ദി നിഖില. അടുത്തതായി ശ്രീ ഗോപിനാഥന് ഉള്ള വീട് വളരെ ഉത്തരവാദിത്വത്തോടെയും നിയന്ത്രിതമായ ചെലവോടെയും ഒക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച ശ്രീ KP മോഹൻകുമാറിന് ആശംസാപത്രം നൽകുന്നത് പ്രിയപ്പെട്ട സൗബിൻ ഷാഹിർ. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ സൗബിൻ ഷാഹിറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു ചടങ്ങിൽ ഭാഗമാകാൻ പറ്റിയതിലും. ഞാൻ എൻ്റെ ചെറുപ്പനാൾ മുതൽ 17 വയസ്സ് തൊട്ട് കാണുന്ന എൻ്റെ ഗുരുക്കന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഞാൻ ഫെഫ്കയുടെ ആദ്യ സമയം തൊട്ട് തന്നെ സിദ്ദിഖ് സാറിനോട് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ സമയം തൊട്ട് തന്നെ ഫെഫ്കയുടെ തുടക്കകാലം മുതൽ തന്നെ ഞാൻ ഫെഫ്കയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ മെമ്പറാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ട്. ഇനിയും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇങ്ങനത്തെ നല്ല ചടങ്ങുകൾ ഇനിയും ഫെഫ്കയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.